എച്ച് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അശോക് ലൈലൻ്റെ അവതാർ കാറ്റഗറിയിൽപ്പെട്ട 2825 എന്ന മോഡലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എ സീരീസ് CRS എഞ്ചിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വിത്ത് iGen 6 ടെക്നോളജി. അതുപോലെ ആക്സിൽ കോൺഫിഗറേഷൻ 6x4 ആണ്. എഞ്ചിൻ്റെ പവർ വന്നിട്ട് 250 HP 2200 RPM ആണ്. അതുപോലെ ടോർക്ക് വരുന്നത് 900 Nm ആണ്. ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 9 സ്പീഡ് ഫോർവേഡും 1 റിവേഴ്സ് ഗിയറുമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റിങ്ങിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഡുവൽ ടോൺ പാറ്റേൺ ഉള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കും വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബമ്പറിൽ ഹെഡ് ലാമ്പുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇൻഡിക്കേറ്റർ ലാമ്പും ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ബമ്പറിൻ്റെ സെൻട്രലായിട്ടൊരു ഫ്രീ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിൻഡ്ഷീൽഡ് അല്ലെങ്കിൽ മെയിൻ ഗ്ലാസ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ചവിട്ടി കയറി നിന്ന് അനായാസം ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതിന് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡ് ലാമ്പുകൾ വളരെ വലുതായിട്ടുള്ളൊരു ഹെഡ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരേ സെയിം സൈസിലുള്ള 2 വലിയ ഹെഡ് ലാമ്പുകൾ, അതിൽ ഹാലജൻ്റെ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബമ്പറിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഫുഡ് സ്റ്റെപ്പാണ്. അതുകൊണ്ട് നന്നായിട്ട് റോഡ് ക്ലിയറൻസ് കിട്ടും. അതുപോലെ ഡോറിൻ്റെ അടിഭാഗത്ത് സൈഡിലായിട്ട് അവതാറിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു OVRM ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ സൈഡ് കാണാൻ പറ്റുന്ന രീതിയിൽ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്പർ മിററും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വളരെ ഉയർന്ന റൈസ്ഡ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ഇതിനകത്ത് വരുന്നത്. കൂടുതൽ ഭാരം നമുക്ക് വഹിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ ടിപ്പ് വർക്ക് ചെയ്യാനുള്ള ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ റിസർവോയർ ടാങ്കൊക്കെ കറക്റ്റ് സൈസ് സ്പേസ് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 120 AH വരുന്ന 2 ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. 24 വോൾട്ട് സിസ്റ്റമാണ്. ക്യാബിൻ പൊക്കാനുള്ള ഹൈഡ്രോളിക് സിസ്റ്റം അതിൻ്റെ കൂടെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററി ഓണും ഓഫ് ആക്കാനുള്ള അതിൻ്റെ ഒരു സ്വിച്ചും നമുക്ക് വെളിയിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. രാത്രിയിൽ ബോഡിയുടെ സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേഷൻ ലാംപ്സും ഫിറ്റ് ആക്കിയത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ 200 ലിറ്റർ കപ്പാസിറ്റി ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഒരു പോളിമർ ടാങ്കാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു പ്രത്യേകത. അതും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടയർ സൈസ് വരുന്നത് 295/90 R20 ആണ്. ഷോറൂമിൽ നിന്ന് വരുമ്പോൾ തന്നെ ജാക്കറ്റ് ടയേഴ്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പുറകിലോട്ട് വരുന്ന സമയത്ത് ഒരു റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ റിവേഴ്സ് ലൈറ്റ് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കായിരുന്നു. അതുപോലെ ഈ ഒരു ലാച്ച് വന്നിട്ട് അതിൻ്റെ ഹോൾഡിങ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിത്ത് ചെയിൻ സിസ്റ്റമാണ്. അതുപോലെ ഈ ഒരു സൈഡിൽ സ്പെയർ വീലും അതുപോലെ എയർ റിസീവറും അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ തിരിച്ച് താഴേക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള മെക്കാനിസമാണ് ഈ സ്പെയർ വീൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്കും ഇവിടെ തന്നെയാണ് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. 48 ലിറ്റേഴ്സ് കപ്പാസിറ്റിയാണ് അതിന് വരുന്നത്. തൊട്ടടുത്തായിട്ടാണ് എക്സോസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു സ്പേസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പുറമേ ഉള്ള വിശേഷം ഇത്രയാണ്. ഇനി നമുക്ക് അകത്തോട്ട് കയറി അകത്ത് എങ്ങനെയൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നോക്കാം. ഇത്രയും വലിയൊരു വാഹനത്തിൻ്റെ ഡോറ് നമുക്ക് കുറച്ച് പ്രയാസപ്പെട്ട് തുറക്കേണ്ടി വരും നമ്മൾ വിചാരിക്കും. പക്ഷേ വളരെ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റമാണ്. മുകളിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടൊന്ന് താഴെ പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് തുറന്നു തരും. പൊന്നാനി സ്വദേശിയായ സുധിയേട്ടനാണ് ഈ ഒരു റിവ്യൂവിനായിട്ട് വണ്ടി അനുവദിച്ചു തന്നത്. അപ്പോൾ പുള്ളി ഒന്ന് നമുക്ക് ആദ്യമായി കാണാം. ഡോറിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പീക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ കുറച്ച് സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ മാനുവലായിട്ട് പൊക്കുന്നതും ചെയ്യുന്ന ഒരു വിൻഡോ ആണ് വന്നിരിക്കുന്നത്. പവർ വിൻഡോ അല്ല യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അതുപോലെ വലിയൊരു ഡ്രൈവർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ആക്ഷനാണ് ഈ ഒരു സീറ്റ് പ്രദാനം ചെയ്യുന്നത്. നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് തരും. അതുപോലെ ഡ്രൈവർക്ക് വളരെ അനായാസം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാൻഡ് ബ്രേക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ സീറ്റ് നമുക്ക് മാനുവലായിട്ട് ഉയർത്താനും താഴ്ത്താനും മുന്നോട്ടും പുറകോട്ടൊക്കെ നീട്ടാനും പറ്റും.
ഈ ഒരു വാഹനത്തിൻ്റെ കീ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് കാറിൻ്റെയൊക്കെ ഒരു കീ പോലെ ഒരു കീ ആണ് വരുന്നത്. നേരത്തെ ഡ്രൈവിംഗ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല, അത് ഈ ഒരു നോബ് ഉപയോഗിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വണ്ടിയുടെ ക്ലസ്റ്റർ യൂണിറ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡ് വന്നിരിക്കുന്നത് ഓഡോമീറ്ററും ഫ്യൂവൽ മീറ്ററും ഓണോയാണ്. അതുപോലെ റൈറ്റ് സൈഡ് വന്നിരിക്കുന്നത് RPM മീറ്ററും ടെമ്പറേച്ചർ ഗേജുമാണ്. അപ്പോൾ വളരെ ഒരു നല്ല ഭംഗിയോട് കൂടിയ ഒരു ക്ലസ്റ്ററാണ്. പിന്നെ മുകളിലൊക്കെ എൻജിൻ ചെക്ക് ലൈറ്റ്, വാർണിംഗ് ലൈറ്റുകൾ, അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ ലൈറ്റുകളുടെ ഒരു വൻ ശേഖരം തന്നെ കാണിക്കും. അപ്പോൾ അനലോഗ് മീറ്ററുകളുടെ സെൻട്രലായിട്ട് ഒരു ഡിജിറ്റൽ മീറ്റർ കൂടെ ഉണ്ട്, ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. അതിനകത്ത് നമുക്ക് ഗിയറിൻ്റെ പൊസിഷൻ, അതുപോലെ ഫ്യൂവൽ, എത്ര സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, ടെമ്പറേച്ചർ, എയർ പ്രഷർ എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഡേറ്റ്, ടൈമൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറച്ച് വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ നമുക്ക് കാണുന്ന ഒരു പൊസിഷൻ ഉണ്ടെന്ന്. ഇവിടെയാണ് നമുക്ക് എൻജിൻ്റെ വാർണിംഗ് ലൈറ്റ്സ്, നോട്ടിഫിക്കേഷൻസ്, എന്തെങ്കിലും എററൊക്കെ കാണിക്കുന്നത് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ്. അതുപോലെ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ കൺസോളിലാണ് നമുക്ക് ഈ ഒരു സ്റ്റീരിയോ, പിന്നെ AC കൺട്രോൾ നോബ്സ്, അതുപോലെ തന്നെ ടിപ്പ് പോകാനുള്ള ലിവർ, കുറച്ച് സ്റ്റോറേജ് സ്പേസസ്, പിന്നെ ഗ്ലോ ബോക്സ്, ഇതൊക്കെ നല്ല ഭംഗിയോടുകൂടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഇരു സൈഡിലും AC വെൻസും സെൻറ്ററിലും ആയിട്ട് AC വെൻസും ഉണ്ട്. ഡ്രൈവർ സീറ്റിൻ്റെ അതേ വലിപ്പമുള്ള കോ ഡ്രൈവർ സീറ്റും ഉണ്ട്. മുകൾ വശത്ത് നോക്കിയാലും ധാരാളം സ്റ്റോറേജ് സ്പേസസ് കാണാം നിങ്ങൾക്ക്. അതുപോലെ ഫ്രണ്ട് വ്യൂ വളരെ അനായാസമായി കാണുന്ന ഒരു വലിയൊരു വിൻഡ്ഷീൽഡ് ഗ്ലാസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വാഹനത്തിൽ. AC നോബിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സി ഗിയർ വീഴാനുള്ള അങ്ങനെയുള്ള ഒരു 4 വീൽ ഡ്രൈവിൻ്റെ സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യിക്കാനുള്ള സ്വിച്ചസും, വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ ഒരു ഡിഫറൻഷ്യൻ്റെയൊക്കെ കൺട്രോളും കാര്യങ്ങൾ വരുന്ന സ്വിച്ചസൊക്കെ വരുന്നത് അവിടെയാണ്. അതുപോലെ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ടിപ്പ് വെക്കുന്നതിൻ്റെ ഒരു ലിവറും വരുന്നത്. പിന്നെ പാറ്റേൺ ഗിയർ ഷിഫ്റ്റാണ് ഇതിനകത്തും ഉപയോഗിക്കുന്നത്. പഴയ അശോക് ലൈലൻഡിൻ്റെ ആ ഒരു സൗണ്ട്, എൻജിൻ സൗണ്ട് നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ ഈ ഒരു പുതിയൊരു വാഹനത്തിൻ്റെ എൻജിൻ്റെ സൗണ്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പണ്ട് നമ്മൾ കേട്ട് മറന്നൊരു ശബ്ദമല്ല, കുറച്ചുകൂടെ എന്തോ ഒരു ടെക്നിക്കലായിട്ട് കുറച്ചുകൂടെ എന്തോ ഒരു സൗണ്ട്, കുറച്ചുകൂടി ഒരു ബാസ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും. സാധാരണ ടോറസുകളിൽ നിന്ന് അപേക്ഷിച്ച് ഈ ഒരു വാഹനത്തിൽ ലോഡിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി, നല്ലൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, അജു പത്മനാഭൻ.